Hello everyone. നമ്മുടെ അടുത്ത് എപ്പോഴും ആൾക്കാർ പറയാറുണ്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കാതെ എന്തെങ്കിലും എക്സസൈസ് ഒക്കെ ചെയ്തുകൂടെ, എന്തെങ്കിലും വർക്കൗട്ട് ഒക്കെ ചെയ്തുകൂടെ. എപ്പോഴും ഇങ്ങനെ വീട്ടിൽ നിന്നൊക്കെ പറയുന്നുണ്ടാവില്ല അച്ഛനും അമ്മയും എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ഇരുന്നോ, ഫോണിൽ നോക്കി ഇരുന്നോ, ഒന്നും ചെയ്യണ്ട, ഒന്ന് എണീറ്റ് നടക്കണ്ട എന്നോ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും നമ്മളോട് ഇങ്ങനെ പറയുന്നത്? എന്തെങ്കിലുമൊക്കെ ചെയ്യൂ, നടക്കൂ, അല്ലെങ്കിൽ ഓടൂ, ചാടൂ, അല്ലെങ്കിൽ പോയി ഇത്തിരി നേരം കളിക്കൂ എന്നൊക്കെ നമ്മളോട് പറയാനുള്ള കാരണം എന്തായിരിക്കും? ഈ പറയുന്ന പോലെ നമ്മുടെ ബോഡിയിൽ കുറേ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. അനാവശ്യമായിട്ടുള്ള മാലിന്യങ്ങൾ ഒരുപാട് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടി ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് പുറത്തേക്ക് കളയാനുള്ള ഒരു ഏറ്റവും എളുപ്പമായിട്ടുള്ള അതുപോലെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? എക്സസൈസ് ചെയ്യുക എന്നുള്ളത്. സംഭവം നമുക്ക് എക്സസൈസ് ചെയ്ത് തുടങ്ങാൻ കുറച്ച് മടിയൊക്കെ ആണെങ്കിലും ഇത് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ്, നമ്മൾ ട്രാക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതില്ലാതെ പറ്റില്ല. നമുക്കത് ചെയ്തില്ലെങ്കിൽ അയ്യോ ഇന്ന് ഞാൻ എക്സസൈസ് ചെയ്തില്ലല്ലോ, അതുകൊണ്ട് ഇനി എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളൊരു തോന്നലൊക്കെ നമുക്ക് വന്നു തുടങ്ങും. അപ്പോൾ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ വെറുതെ മെലിയ എന്നുള്ളതിനപ്പുറം എക്സസൈസ് എന്നതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ എക്സസൈസ് ചെയ്യാൻ പറയാം, ഇപ്പം ഒരാൾക്ക് തടി ഉണ്ടെങ്കിൽ നമ്മൾ പറയും എക്സസൈസ് ചെയ്താൽ മെലിയും. ഈ തടി മെലിയിക്കുക എന്നുള്ളതല്ല അതിൻ്റെ ഉദ്ദേശം. അതായത് തടിയുള്ള ആളുകളിൽ എന്താണ് അനാവശ്യമായിട്ട് ഈ പറയുന്ന പോലെ കുറേ കൊഴുപ്പും കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഇതിന് പിന്നിലൊക്കെ ഒരു സയൻസ് ഉണ്ട്, അല്ലാതെ വെറുതെ കാണാനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടല്ല നമ്മളത് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മളെടുത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഓരോ അവയവങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ ഓർഗൻസിനും ഓരോ രീതിയിലായിരിക്കും ഇതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ടായിരിക്കുക. നമ്മുടെ ഹാർട്ടിന് ഇത് ഒരുപാട് ഗുണം ചെയ്യും. അതുപോലെ ആയിരിക്കില്ല മറ്റൊരു രീതിയിലായിരിക്കും നമ്മുടെ ലങ്സിന് അത് ബെനിഫിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക, മറ്റൊരു രീതിയിലായിരിക്കും നമ്മുടെ മസിൽസിന് അത് ബെനിഫിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അങ്ങനെ ഓരോന്നിനും ഓരോ പോലെ ആയിരിക്കും. അപ്പോൾ ഈ പറയുന്ന ഓരോ ഓർഗൻസിനും എങ്ങനെയാണ് ഈ ഒരു എക്സസൈസ് അഥവാ വ്യായാമം എന്ന് പറയുന്നത് ഹെൽപ്ഫുൾ ആവുന്നത് എന്ന് നമുക്ക് ഒന്ന് നോക്കിയാലോ? യെസ്, അപ്പോൾ നമ്മുടെ ഹാർട്ട് അല്ലേ നമ്മൾ പറയുന്ന ഹൃദയം എന്ന് പറയുന്നതിന് അല്ലെങ്കിൽ ഹാർട്ട് എന്ന് പറയുന്നതിന് എങ്ങനെയാണ് എക്സസൈസ് എഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്? ഹാർട്ടിൽ നമുക്കറിയാം, ഹാർട്ടാണ് നമ്മുടെ ബ്ലഡിനെ എല്ലാ ഭാഗത്തേക്കും പമ്പ് ചെയ്യുന്നത് അല്ലേ, ഒരു മോട്ടറായിട്ട് അവിടെ വർക്ക് ചെയ്യുകയാണ്. എല്ലാ ഭാഗത്തേക്കും ബ്ലഡിനെ എത്തിച്ചു കൊടുക്കുന്ന, രക്തത്തിന് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിച്ചു കൊടുക്കുന്ന ആളാണ് ആര്? നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹാർട്ട് എന്ത് ചെയ്യും? ഹാർട്ട് രക്തം എത്തിച്ചു കൊടുക്കും നമുക്കറിയാം. എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണ്? ഈ ബ്ലഡ് സർക്കുലേഷൻ അഥവാ നമ്മൾ പറയുന്ന രക്തപ്രവാഹം എന്ന് പറയുന്നത് കൂടും. അതായത് കൂടുതലായിട്ട് എന്ത് ചെയ്യും? ബ്ലഡ് അങ്ങോട്ട് എത്തിക്കാനായിട്ട് സഹായിക്കും. ഓരോ കോശങ്ങളിലേക്കും ബ്ലഡ് എത്തിക്കാൻ സഹായിക്കും. കൂടുതലായിട്ട് ബ്ലഡ് എത്തിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങളുണ്ട്? കൂടുതലായിട്ട് അതിൽ ഓക്സിജൻ ഉണ്ടായിരിക്കും. ഈ പറയുന്ന പോലെ തന്നെ കോശങ്ങളിലൊക്കെ ഊർജ്ജോൽപാദനം അഥവാ എനർജി പ്രൊഡക്ഷനൊക്കെ കൂട്ടാനായിട്ട് സഹായിക്കും. ഇനി അതുപോലെ തന്നെ എന്താണ്? കാർഡിയാക് മസിൽസ് അഥവാ ഹൃദയപേശികൾ. നമുക്കറിയാം ഹൃദയത്തിൻ്റെ വാൾസിൽ കാർഡിയാക് അല്ലെങ്കിൽ ഈ പറയുന്ന ഹാർട്ടിൻ്റെ വാൾസിൽ കാണുന്ന മസിൽസ് ആണ് ഏത്? നമ്മുടെ കാർഡിയാക് മസിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൃദയപേശികൾ എന്താണ് ഇങ്ങനെ കൂടുതലും ഇങ്ങനെ ബ്ലഡൊക്കെ പമ്പ് ചെയ്ത് ഈ എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഭയങ്കര സ്ട്രോങ് ആവും. അവർ സ്ട്രോങ് ആണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ഒരു വീട് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ, വീടിൻ്റെ വാള് സ്ട്രോങ് ആണെങ്കിൽ എന്താണ്, ആ വീട് അത്ര പെട്ടെന്നൊന്നും ഇടിഞ്ഞു പൊളിഞ്ഞ് വീടില്ല. അതേപോലെ തന്നെ നമ്മുടെ കാർഡിയാക് മസിൽസ് എന്ന് പറയുന്നത് എന്താണ്? ഈ വാളിൽ കാണുന്നതാണല്ലേ. അപ്പോൾ ആ മസിൽസ് ഒക്കെ ഭയങ്കര സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ട് കുറേ നാൾ അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ പോകും. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ ഹൃദയത്തിന് അഥവാ ഹാർട്ടിന് അത് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത്. ഇനി നമ്മുടെ ലങ്സ് അഥവാ നമ്മൾ പറയുന്ന ശ്വാസകോശം എന്ന് പറയുന്ന നമ്മുടെ ലങ്സ് അല്ലെ, ലങ്സിന് എന്താണ് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്? ലങ്സിന് ഈ പറയുന്ന പോലെ റെസ്പിറേറ്ററി ഗ്യാസസ്, നമുക്കറിയാം എന്താണ് ലങ്സിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? റെസ്പിറേറ്ററി ഗ്യാസുകളുടെ എക്സ്ചേഞ്ച് അല്ലേ, നമ്മുടെ ഈ പറയുന്ന ശ്വസനവാതകങ്ങളുടെ വിനിമയം എന്ന് പറയുന്നതാണ് എവിടെ നടക്കുന്നത്? നമ്മുടെ ലങ്സിൽ നടക്കുന്നത് അല്ലേ, നമ്മുടെ ലങ്സിൽ നടക്കുന്നത്. അപ്പോൾ ഈ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് കുറച്ചും കൂടി എഫക്റ്റീവ് ആവും എക്സസൈസ് ചെയ്ത് കഴിയുമ്പോൾ. സ്വാഭാവികമായിട്ട് നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ധാരാളം ഓക്സിജനും കാര്യങ്ങളൊക്കെ എന്താണ് നമ്മുടെ ബോഡിയിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ, ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ എന്താണ് ശ്വസനവാതകങ്ങളുടെ വിനിമയം കുറച്ചും കൂടി എഫക്റ്റീവായിട്ട്, കുറച്ചും കൂടി സാധാരണ ഉള്ളതിനേക്കാളും കുറച്ചും കൂടി ഭംഗിയായിട്ട്, കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് നടക്കും. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റി അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്? കൂടും. നമുക്ക് കുറച്ചും കൂടി നമ്മുടെ ബ്രീത്തിങ് കൺട്രോളും കാര്യങ്ങളൊക്കെ കൂടും അല്ലേ. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നന്നായി എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ കുറച്ചും കൂടി ബ്രീത്തൊക്കെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അത് എന്നും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ബ്രീത്തൊക്കെ കുറേ നേരം ഇങ്ങനെ എന്താ പറയുക, അവരുടെ ആ ഒരു ശ്വാസം എന്ന് പറയുന്നത് ഇങ്ങനെ കുറേ നേരം അവർക്ക് കൺട്രോൾ ചെയ്ത് പിടിച്ചു വെക്കാനും കാര്യങ്ങളൊക്കെ കഴിയുന്നുണ്ടായിരിക്കും. അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നാറില്ല അല്ലേ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ആൾക്കാരോട് പറയും, നേരത്തെ ഞാൻ പറഞ്ഞു അല്ലേ, എന്താണ് തടി കുറയ്ക്കണം എക്സസൈസ് ചെയ്യണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഈ പറയുന്ന ഒബിസിറ്റി എന്ന് പറയുന്ന കണ്ടീഷൻ അഥവാ നമ്മൾ പറയുന്നത് പൊണ്ണത്തടി എന്ന് പറയുന്ന കണ്ടീഷൻ ശരിക്കും എപ്പോഴാണ് വരുന്നത്? നമ്മുടെ ശരീരത്തിൽ ഒരുപാട് സ്റ്റോർഡ് ആയിട്ടുള്ള ഫാറ്റ് അല്ലേ, എന്താണ് ഈ പറയുന്ന കൊഴുപ്പ് എന്ത് ചെയ്യും? ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ടായിരിക്കും നമ്മുടെ ശരീരത്തിൽ. നമ്മൾ
ധാരാളമായി അതെങ്ങനെയാണ് അടിഞ്ഞുകൂടി കിടക്കുന്നത്, നമ്മുടെ ഭക്ഷണത്തിൽ നിന്നൊക്കെയാണ് കാര്യമായിട്ട് ഇത് വരുന്നുണ്ടായിരിക്കാം, നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും. അതേപോലെ തന്നെ എന്താണ് ചിലപ്പോൾ നമുക്ക് ജനറ്റിക്കലായിട്ടൊക്കെ നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഫാറ്റ് കുറച്ച് നമ്മുടെ ബോഡിയിൽ അധികം ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോർഡ് ഫാറ്റ് അഥവാ ഈ പറയുന്ന അടിഞ്ഞുകൂടി കിടക്കുന്ന കൊഴുപ്പിനെ വിഘടിപ്പിക്കാൻ അഥവാ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് എന്ത് സഹായിക്കും? ഈ എക്സസൈസ് സഹായിക്കും. അപ്പം നമ്മൾ ധാരാളമായിട്ട് എക്സസൈസ് ചെയ്ത് ധാരാളമായിട്ട് എക്സസൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസത്തിൽ ഒരു 12 മണിക്കൂർ 15 മണിക്കൂർ എക്സസൈസ് ചെയ്യാന്നുള്ളതല്ല, ചെയ്യുന്ന സമയം നമ്മളത് വൃത്തിക്ക് എഫക്റ്റീവായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള ഈ അനാവശ്യമായിട്ടുള്ള ഈ കൊഴുപ്പ് അഥവാ ഈ അടിഞ്ഞുകൂടി കിടക്കുന്ന കൊഴുപ്പിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിഘടിപ്പിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഒരു പൊണ്ണത്തടി അല്ലെങ്കിൽ ഒബിസിറ്റി എന്ന് പറയുന്നത് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെലിയാൻ സാധിക്കും എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും നമ്മൾ വേർക്കും അല്ലേ? ഒന്ന് ഓടുക, ഒന്ന് നടക്കുക, ഒന്ന് ചാടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ വേർക്കും. അപ്പം നമുക്കറിയാം വേർപ്പിൽ എന്തുണ്ടായിരിക്കും? വേർപ്പിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽസ് അഥവാ മാലിന്യങ്ങളുടെ സോൾസ് ഉണ്ടായിരിക്കും, അതുപോലെ ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും അല്ലേ? ഈ പറയുന്ന വേർപ്പ് അല്ലെങ്കിൽ സ്വെറ്റ് എന്ന് പറയുന്ന സത്യം പറഞ്ഞ എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ വേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള വേസ്റ്റ് പുറത്തേക്ക് പോവാണ്. അപ്പോൾ എത്രത്തോളം നമ്മൾ വേർക്കുന്നു അത്രത്തോളം നമ്മുടെ ബോഡിയിലുള്ള വേസ്റ്റ് പുറത്തേക്ക് പോവല്ലേ? അപ്പോൾ കൂടുതൽ വേർത്ത് കഴിഞ്ഞാൽ അത്രയധികം ശരീരത്തിലുള്ള മാലിന്യങ്ങൾ അഥവാ ഈ പറയുന്ന വേസ്റ്റ് എന്ന് പറയുന്നതും എലിമിനേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, യെസ്. അപ്പോൾ അതാണ് എന്ത് നമ്മുടെ ഈ പറയുന്ന ഈ ബോഡിയിലുള്ള വേസ്റ്റിനെ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ഈ പറയുന്ന ഫാറ്റിനൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് നമുക്ക് സഹായിക്കും എന്ന് പറയുന്നത്. ഓക്കെ, ഈ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ മെലിയും എന്ന് പറയുന്നത് പോലെ തന്നെ ഈ മെലിയ എന്നുള്ളതിനപ്പുറം നമ്മൾ എന്താണ് ഈ ഫാറ്റിനൊക്കെ ഒഴിവാക്കി ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമ്മുടെ ശരീരം എന്താണ് എപ്പോഴും ആരോഗ്യപരമായി ഇരിക്കണം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ ഈ പറയുന്ന പോലെ എക്സസൈസ് ചെയ്തു തടി കുറച്ച് മെലിഞ്ഞ് വന്നാലും ഒരുപാട് നമ്മൾ മെലിഞ്ഞു കഴിഞ്ഞാൽ അതിനും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ മെലിയ എന്നുള്ളതിനപ്പുറം എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഹെൽത്തി ആയിട്ട് ഫിറ്റ് ആയിട്ടിരിക്കുക എന്നുള്ളതായിരിക്കണം. അല്ലാതെ എക്സസൈസ് ചെയ്യുന്നതോടുകൂടി എന്താണ് ഈ പറയുന്ന പോലെ തന്നെ മെലിയുക എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫിറ്റ് ആയിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എക്സസൈസോട് നമ്മൾ പറയേണ്ട എക്സസൈസ് ചെയ്ത് നമുക്ക് മസിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാം അല്ലേ? മസിൽസ് ഉണ്ട്, എനിക്ക് മസിൽ വരും, മസിൽ ഉണ്ടായി കണ്ടോ ഇവിടെ തൊട്ട് നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കര ഷോ ഒക്കെ ഇറക്കും അല്ലേ? അപ്പോൾ എന്താണ് ഈ മസിൽസിന് എങ്ങനെയാണ് ഈ എക്സസൈസ് എന്ന് പറയുന്നത് ബെനിഫിഷ്യൽ ആവുന്നത്? ഈ പറയുന്ന പോലെ തന്നെ മസിൽസിന് ചില മസിൽസ് എസ്പെഷ്യലി നമ്മുടെ സ്കെലിറ്റൽ മസിൽസിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഈ അസ്ഥിപേശികൾക്കുള്ള ഒരു പ്രത്യേകതയാണ് പുതിയ കാപ്പിലറീസ് എക്സസൈസിലൂടെ പുതിയ കാപ്പിലറീസ് ഫോം ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പുതിയ കാപ്പിലറീസ് ഫോം ചെയ്യുന്നു എന്നുള്ളത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് ഈ പറയുന്ന അവിടെയുള്ള ആ ഒരു രക്തയോട്ടം അല്ലെങ്കിൽ അവിടെയുള്ള ബ്ലഡ് ഫ്ലോ എന്ന് പറയുന്നത് കൂടും, അങ്ങോട്ടുള്ള ബ്ലഡ് ഫ്ലോ എന്ന് പറയുന്നത് കൂടും. ഓക്കെ, അതേപോലെ തന്നെ മസിൽസിൻ്റെ ഒരു എഫിഷ്യൻസി അഥവാ മസിൽസിൻ്റെ ഈ പറയുന്ന പേശികളുടെ ക്ഷമത എന്ന് പറയുന്നത് വർദ്ധിപ്പിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് നമ്മുടെ മസിൽസിനും ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബെനിഫിറ്റ്സ് ഓഫ് എക്സസൈസ് അല്ലെങ്കിൽ ഈ പറയുന്ന എക്സസൈസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, എക്സസൈസിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ ഈ ഫോണും അതേപോലെ ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഒന്നും എഴുന്നേറ്റ് നടന്ന് ചെയ്യാത്ത കൂട്ടത്തിലായിരിക്കും. ഞാനടക്കം എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണല്ലേ. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഹെൽത്ത് ഇല്ലെങ്കിൽ വേറെ ഒന്നുമില്ല അല്ലേ? അത് മെൻ്റൽ ഹെൽത്ത് ആയിക്കോട്ടെ ഫിസിക്കൽ ഹെൽത്ത് ആയിക്കോട്ടെ, ഇത് രണ്ടും നമ്മുടെ കയ്യിലില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഫിസിക്കലി നമ്മൾ എപ്പോഴും വളരെ ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു ദിവസം ഇത്തിരി സമയം എക്സസൈസ് ചെയ്യാൻ മാറ്റി വെക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കണം. കാരണം നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് നല്ലതായാലേ മെൻ്റൽ ഹെൽത്തും നല്ലതായിരിക്കുമല്ലോ ആൻഡ് വൈസ് വേഴ്സ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടി എക്സസൈസ് ചെയ്യുക. അത് ഈ പറയുന്ന പോലെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്ന ഒരുപാട് തരത്തിലുള്ള എക്സസൈസസ് ഉണ്ട്, അത് ചെയ്യാം. അല്ലെങ്കിൽ ഒന്ന് നടക്കാൻ പോവാം, ഓടാൻ പോവാം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഹെൽത്തി ആയിട്ടിരിക്കുക. കാരണം ഇതുപോലെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് നമ്മുടെ ഈ പറയുന്ന എക്സസൈസിലൂടെ നമുക്ക് കിട്ടും. ഓരോ ഓർഗൻസിനെയും ഓരോ തരത്തിലായിരിക്കും അത് ബെനിഫിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇനി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നിങ്ങളുടെ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ബെനിഫിറ്റ്സ് നമുക്ക് എക്സസൈസിലൂടെ കിട്ടുന്നുണ്ടായിരിക്കോ? അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ അതിൻ്റെ ആൻസറും കൂടി കമൻറ്റ് ചെയ്യുക. താങ്ക്